നിരോധിത സംഘടനകളുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിൽ NIA പരിശോധന എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. IS ഭീകരവാദ വേട്ട നടത്തുകയാണ് NIA. തമിഴ്നാട്ടിൽ IS സ്ലീപ്പർ സെല്ലുകൾ തകർക്കാൻ NIA റെയ്ഡ്. ചൊവ്വാഴ്ച തമിഴ്നാട്ടിലെ 16 സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തി. പ്രത്യേക ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ISIS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഉൾപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് പ്രതികളുടെ ഒളിത്താവളങ്ങളിൽ ഈ തിരച്ചിൽ നടത്തുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ISുമായി ബന്ധമുള്ള റാഡിക്കലൈസേഷനും റിക്രൂട്ട്മെന്റും സംബന്ധിച്ച കേസുകൾ NIA സജീവമായി അന്വേഷിച്ചു വരികയാണ്. ISIS അനുകൂലികൾക്കെതിരെ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത പുതിയ കേസിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിലെ നടപടികളെന്ന് അറിയുന്നു. 2022 ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാർ ബോംബ് സ്ഫോടനം നടത്തിയ കേസിലെ 3 പ്രതികളെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 21-ന് NIA അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ NIA നടത്തിയ അന്വേഷണത്തിൽ അറസ്റ്റിലായ 3 പ്രതികളും തീവ്രവാദ പ്രവർത്തനത്തിന് പണം നൽകാൻ കൂട്ടുനിന്നതായി കണ്ടെത്തി. റാഡിക്കലൈസേഷനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ഓഫ്ഷൂട്ട് കേസിൽ NIA 4 പ്രതികളെ വെവ്വേറെ അറസ്റ്റ് ചെയ്യുന്നതിനും കുറ്റപത്രം സമർപ്പിക്കുന്നതിനും കാരണമായിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായ കണ്ണികൾ ഇപ്പോഴും IS സ്ലീപ്പർ സെല്ലുകളായി തമിഴ്നാട്ടിൽ ഉണ്ട് എന്നാണ് കരുതുന്നത്. ചെന്നൈയിൽ 2ഇടത്തും മയിലാടുതുറയിൽ 15 സ്ഥലത്തും പരിശോധന നടക്കുകയാണ്. നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായും 3 വ്യക്തികളെയും അവരുമായി ബന്ധമുള്ളവരെയും കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് എന്നാണ് വിവരം. 3 സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് നടപടി തുടരുന്നത്. തമിഴ്നാട് പോലീസും സ്ഥലത്തുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് ഒരേ സമയം മയിലാടുതുറയിലെ 15ഇടത്തും ചെന്നൈയിലെ 5ഇടത്തും റെയ്ഡ് തുടങ്ങിയത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 1.5 മാസമായി നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്നവരുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് നിലവിലെ റെയ്ഡും എന്നാണ് വിവരം. ഹിസ്ബുത് തഹ്രീർ തമിഴ്നാട്ടിൽ വൻതോതിൽ അംഗങ്ങളെ ചേർക്കാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജൂലൈയിൽ ദേശീയ അന്വേഷണ ഏജൻസി വ്യാപക പരിശോധന നടത്തിയിരുന്നു. ഹിസ്ബുത് തഹ്രീറിന്റെ നേതാവ് ഐസിസ് അഹമ്മദ് അടക്കമുള്ളവരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ജിഹാദിലൂടെയും തീവ്രവാദത്തിലൂടെയും ഇന്ത്യയും ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് HUT ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നതാണ്. 1953-ൽ ജെറുസലേമിൽ ജന്മം കൊണ്ടതാണ് HUT-യുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതിൽ നിന്നും ഈ സംഘടന ഇന്ത്യയുടെ പരമാധികാരത്തെയും രാജ്യസുരക്ഷയും അടക്കം ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ HUT പ്രവർത്തനം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നതാണ്. 1983-ൽ കിഴക്കൻ ജെറുസലേമിൽ സ്ഥാപിതമായ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുത് തഹ്രീർ. ഹിസ്ബുത് തഹ്രീറുമായി ബന്ധമുള്ള വ്യക്തികളുടെയോ അനുബന്ധ സംഘടനകളുടെയോ പ്രവർത്തനങ്ങൾ 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു. ജനാധിപത്യത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. IS പോലുള്ള ഭീകര സംഘടനകളിൽ ചേരാനും ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാനും യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താനും HUT ശ്രമിക്കുന്നുവെന്നും രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സംഘടനയ്ക്ക് പങ്കുണ്ട് എന്നും സമൂഹ മാധ്യമങ്ങൾ, ആപ്പുകൾ എന്നിവ വഴി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, കേരളം പോലെ ഭീകരതയുടെ വളക്കൂറുള്ള മണ്ണാണ് തമിഴ്നാട്. BJP ഇല്ലാത്ത 2 സംസ്ഥാനങ്ങളും അവിടെ ഭരണം നടത്തുന്ന ആളുകളുടെ മറവിൽ ഭീകരവാദം തഴച്ചു വളരുകയായിരുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിനാകട്ടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെതിരെ വരെ രംഗത്ത് വന്ന ആളാണ്. മാത്രമല്ല, അതിന്റെ തുടർച്ചയായി ഹിന്ദു സംഘടനകളുടെ ആഘോഷം തന്നെ നിരോധിച്ച വ്യക്തിയാണ്. അവിടെയാണ് ക്ഷേത്രങ്ങൾക്ക് സമീപം നടന്ന കാർ സ്ഫോടനത്തിൽ ജമീഷ മുബീൻ എന്ന 29-കാരൻ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു ഇയാൾ. പൊട്ടിയ ബോംബിൽ നിന്നും വന്ന ആണികൾ ഇയാളുടെ ഹൃദയത്തിൽ തറച്ചായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ നേതാക്കളുമായുള്ള ബന്ധമെന്നും NIA സംശയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം പലയിടത്തും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതൊന്നും സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികളായിരുന്നില്ല സ്വീകരിച്ചത്. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും താമസിക്കുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിന് സമീപത്ത് സ്ഫോടനം നടത്താൻ തിരഞ്ഞെടുത്തതും വൻ വർഗീയ കലാപം ഉണ്ടാക്കാനായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്തായാലും തമിഴ്നാട്ടിലെ ഭീകരന്മാരുടെ അടിവേര് വരെ തോണ്ടി നശിപ്പിച്ച് സമാധാനം സ്ഥാപിക്കാനാണ് ഇപ്പോൾ NIA-യുടെ വൻ നീക്കങ്ങൾ തുടരുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.